മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരാതിയാണ്, എനിക്കാരുമില്ല, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, ഞാൻ ഏകനാണ്. ഈ പരാതികൾക്ക് മനുഷ്യ ജീവിതത്തിൽ പരിഹാരമില്ലാതിരിക്കുമ്പോൾ വേദപുസ്തകം ഒരു കാലത്തും ഉപേക്ഷിച്ച് കളയാത്ത ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുക. 27-ാം സങ്കീർത്തനം ദാവീദ് ചമച്ച സങ്കീർത്തനമാണ്. തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ സന്ദേശം. 27-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വചനം. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. എന്താണ് അതിൻ്റെ അർത്ഥം? പലരാലും ഉപേക്ഷിക്കപ്പെട്ട പലരുമുണ്ട്. കൈപിടിച്ച് ഉയർത്തേണ്ടവർ, കൈത്താങ്ങി നിർത്തേണ്ടവർ, സഹായിക്കേണ്ടവർ, രക്തബന്ധങ്ങൾ, സ്നേഹിതർ, ചുറ്റുപാടുകൾ ഒക്കെ പലരും കൈവിട്ടു. എന്നാൽ ആര് കൈവിട്ടാലും സ്വന്തം അപ്പനും അമ്മയും കൈവിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ഭയങ്കരമാണ്. പ്രവാചകനായ യെശയ്യാവ് ചോദിക്കുന്ന ഒരു ഭാഗം ബൈബിളിൽ, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. സ്നേഹിതന് മറന്നാൽ അത് ചെറിയ വിഷമമേ ഉള്ളൂ. എന്നാൽ അപ്പനും അമ്മയും, അതിനർത്ഥം അപ്പനും അമ്മയും മറക്കുമെന്നല്ല, അവര് നിന്നെ മറന്നു പോയാൽ പോലും നിന്നെ മറക്കാത്ത ഒരു ദൈവം. ഉപേക്ഷിക്കപ്പെട്ട ചിലരോട് കർത്താവ് സംസാരിക്കുക, നീ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല, നിന്നെ ചേർത്ത് പിടിക്കാൻ ഒരാൾ തയ്യാറാണ്. അവന്റെ പേരായ യേശു. ആരെല്ലാം മറന്നാലും മറക്കാത്ത ദൈവം. ഞാൻ ഈ വചനത്തിനകത്തൂടെ ഒരു ആത്മീയ കാഴ്ച കാണുക. ഈ ദിവസങ്ങളിൽ സ്വന്തപ്പെട്ടവർ ഉപേക്ഷിക്കപ്പെട്ടു, സ്നേഹിതന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ടു, ഒറ്റപ്പെട്ട് കഴിയുന്ന ചിലരോട് കർത്താവ് സംസാരിക്കുക. ആരെല്ലാം ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കാത്ത നല്ല കർത്താവ്. നമുക്ക് വേദപുസ്തകം തരുന്ന ഏറ്റവും വലിയ ഉറപ്പാ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്, ഞാൻ ഒരിക്കലും നിന്നെ അനാഥനായി വിടുകയില്ല. നമുക്കൊന്നിച്ച് വിശ്വസിക്കാം. കർത്താവേ, ഹല്ലേലൂയ. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാതെ ചേർത്ത് നിർത്തുന്ന ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കൈത്താങ്ങുമെന്നും കൈപിടിച്ചുയർത്തുമെന്നും സഹായിക്കുമെന്നും താങ്ങിപ്പിടിക്കുമെന്നും ഞങ്ങൾ സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചുമായ പലരും നിസ്സഹായകരായി വഴിമാറി നിൽക്കുമ്പോൾ കർത്താവെ, ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ അധികാരമുള്ള അങ്ങയുടെ കരങ്ങളിലേക്ക് ജനത്തെ സമർപ്പിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആരെല്ലാം ഉപേക്ഷിച്ചാലും ചേർത്ത് പിടിക്കുന്ന ദൈവം കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു.